ഇത് ഞങ്ങളുടെ വിയറ്റ്നാം സൂപ്പർ എയർലിയിലുണ്ടായൊരു ചക്കയാണ്. കഴിഞ്ഞ ദിവസം ഇത് വേവിച്ചിട്ട് ബാലൻസ് നല്ല പഴുക്കാറായി വിളഞ്ഞതായിരുന്നു. അന്നേരം വിചാരിച്ചു ഇതിലൊരു പീസ് എടുത്ത് പഴുക്കാൻ വെക്കാമെന്നേ. അങ്ങനെ പഴുക്കാൻ വെച്ചത് ഇന്നിപ്പോൾ അതിന് നല്ല മണം നമ്മൾ എടുത്തതാണ്. ഞാൻ നേരത്തെ ഇപ്പം ചക്കയുടെ സീസണിലുള്ള കൂട്ടുകാരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാവുന്ന. അപ്പോൾ ചക്കയുടെ അരക്കൊന്നും കയ്യെ പറ്റാതെ ഒരു ഗ്ലൗസൊക്കെ ഇട്ട് ഞാൻ തുടങ്ങുന്നത്. ഈ ചക്കയുടെ അരക്കൊന്നും കയ്യെ പറ്റുന്ന ആർക്കത്ര ഇഷ്ടമായിരിക്കത്തില്ലല്ലോ. ഇതന്നേലേ അത് കഴിഞ്ഞ് ഗ്ലൗസ് ഒരു ദൂരെ കളഞ്ഞാൽ മതി. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുറിക്കാൻ പോവാം. വിയറ്റ്നാം സൂപ്പർ എയർലിയാണിത്. ഗ്രോ ബാഗിൽ നിന്നും എടുത്ത് പറമ്പിൽ കുഴിച്ചു വെച്ച് ഒരു വർഷമാകുന്നതിന് മുൻപ് തന്നെ ചക്ക ഉണ്ടാകാൻ തുടങ്ങും. ആദ്യത്തെ വർഷം ഇല്ലയോ കുറേ അധികം ചക്ക ഉണ്ടായി. കമ്പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞങ്ങൾ സപ്പോർട്ടും കൊടുത്തു. പിന്നെ കുറേ ചക്കയൊക്കെ പറിച്ച് കളയേണ്ടിയും വന്നു. ഇപ്പോൾ ഇത് 2 വർഷം പ്രായമായ തൈകളാണ്. എല്ലാ സീസണിലും ചക്ക ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എത്ര ചെറിയ പ്ലാവാണെന്ന് കണ്ടോ? കൊമ്പൊടിയുന്ന മാതിരി ഇത് ചക്ക ഉണ്ടാകുന്നുണ്ട്. എല്ലാ ശിഖരത്തിലും ചക്ക തൂങ്ങിക്കിടക്കുകയാണ്. എല്ലാ വിയറ്റ്നാം സൂപ്പർ എയർലി തൈകളൊന്നും കായ്ക്കൂല കേട്ടോ. അത് ഞാൻ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ്. ഇത് കണ്ടില്ലേ, ഈ തൈകളൊന്നും ഇതുവരെ കായ്ച്ചിട്ടില്ല. 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ ചക്ക പോലും ഉണ്ടായിട്ടില്ല. അരക്ക് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് മുന്നോട്ട് ഊരി ഇങ്ങനെ കളയും. അതൊരു കുഞ്ഞു ചക്കയുണ്ട്. ഇപ്പം ഞാനത് പൊട്ടിക്കുന്നില്ല. പൊട്ടിച്ചാൽ ചിലപ്പോൾ ഇത് കേടായിപ്പോയാലോ. ഇവിടെയും വരുന്നുണ്ട്. ഒരു വർഷത്തിൽ കായ്ക്കേണ്ടതാണ്. ആക്ച്വലി ഇത് വാങ്ങിച്ചപ്പോൾ ഇതിലൊരു ചെറിയ ചക്ക വന്നു. പിന്നെ ഇത് കഴിച്ചിട്ടേ ഇല്ല. ആ ചക്ക കൊഴിഞ്ഞും പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പം മൂന്നാമത്തെ വർഷമാണ്. ആക്ച്വലി 3-ാമത്തെ വർഷം ഇഷ്ടംപോലെ കായ് വർഷം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ എല്ലായിടത്തും ചക്ക വിരിയുന്നുണ്ട്. നല്ല ഒരെണ്ണം തന്നെ എടുക്കാം അല്ലേ?
വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന ചക്കയത്. ഇതിൻ്റെ മധുരത്തിന് മുമ്പിൽ തേൻ പോലും ഒന്നുമല്ല, തുറക്കും മധുരമാണ്. ഇങ്ങനെ ഡപ്പയിലിട്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.